സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമിന്റെ പേരാണ് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ആണ് ഗെയിമിന്റെ പേര്. ഞാൻ കുറച്ച് കളിച്ചിരിക്കുന്നു, എന്നാലും ഈ ഒരു ഗെയിമിനെ കുറിച്ച് കണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ട്രക്ക് സിമുലേറ്ററിന്റെ ഗെയിമാണ്, പക്ഷെ ഇതിൽ മോഡ് കയറ്റാം, നമുക്ക് കാറും ബസ്സും ഒക്കെ കയറ്റാം. ഞാൻ കുറേ ഗെയിം കയറ്റിയിരുന്നു. NFS ഇന്ത്യക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്, കാരണം ഇതൊന്നും കൂടെ ഒരു സുഖമാണ്, നല്ല ഗ്രാഫിക്സും കാര്യങ്ങളാണ്. ഇതേപോലെ നല്ല ഗെയിമിൻ്റെ ഉള്ളിലാണ് ഗ്രാഫിക്സ് ഉണ്ടാവുക. അതാണ് എൻ്റെ പേര് അഹമ്മദ് ബ്രോ നട്ടിക്കുന്നത്. നമ്മളിപ്പോൾ ലെവൽ 7 ആണ്. കുറച്ചൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടു. അതിൻ്റെ ഇനിയൊരു ഇതിന് വേണ്ടി ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇതെന്തൊക്കെയാണ് ഗെയിം രസമാണ് അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു തരാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജോലി എടുക്കാം. ഓരോ സ്ഥലത്തും ഓരോ ജോലിക്കാണ്, പക്ഷെ ഞാൻ നോക്കണേ വില കൂടിയതാണ്, കാരണം നമുക്ക് പൈസ വേണം എന്നാലും വണ്ടി ഇറക്കാൻ പറ്റുക. നമ്മളിപ്പോൾ അതാ ഓരോ ഷോറൂമിലും ഒക്കെ 4000 കാണിക്കണത്. ഒരു 6000 കിട്ടിയ അവിടെ ഒരു 6 ഉണ്ട്, എന്നാലും കുറച്ചുകൂടി വില കൂടുതലുണ്ടാകട്ടെ. നമുക്ക് കുറച്ച് വില കൂടിയ ജോലിയാണ് വേണ്ടത്. ലോങ് ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്തും കണ്ട് ഞാൻ ഷോർട്ടാക്കിക്കൊണ്ട്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ഈ 6000 തന്നെ എടുക്കാം. ഇതല്ലേ അതെടുക്കാം. ഇതെന്താണ്, മിൽക്കാണ്. നമ്മൾ മിൽക്ക് കൊണ്ടെടുക്കണം. 3 മണിക്കൂർ യാത്രയാണ്, പക്ഷെ നമുക്ക് ഓടിച്ചുമ്പോൾ നമ്മൾ വേഗം എത്തുന്നുള്ളൂ. അപ്പോൾ അതാ ഇതിൽ നമുക്ക് ഷിപ്പിലൊക്കെ കയറിപ്പോകാൻ തോന്നുന്നു, അങ്ങനെയാണ്. അങ്ങനെ അപ്പോൾ അതാ നമ്മൾ വണ്ടി തുടങ്ങാൻ ഗെയിം. നമ്മളങ്ങനെ എത്തിയത് എന്താ ക്വിഡിൻ്റെ ട്രക്ക് കൊണ്ടു. ഇത് സാലി പറഞ്ഞ കമ്പനീൻ്റെ ആണ്. ഇതാണ് ഗൈസ് നമ്മളെ ട്രക്ക്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നു, നല്ല ഗ്രാഫിക്സ് ഉള്ള പോലില്ലേ. ഇതാണ് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എന്ന് പറയുന്നത്, കാരണം ഇതാ നല്ലൊരു സൂര്യോദയം, നല്ല സുഖമാണ്. പൊരി ഇറങ്ങാണ്ടുള്ള സ്ഥലമല്ല ഇത് തോന്നുന്നു. അപ്പോൾ അതാ നമ്മളെ വണ്ടിയാണ് ഈ കാണുന്നത്, കിഡിൻ്റെ ഒന്നും. ഇതാ വണ്ടിൻ്റെ ഉള്ളിൽ ഇതാണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ സത്യം പറഞ്ഞ ഗൈസ്, ഞാൻ ഈ സ്റ്റാറിങ്ങും മൗസും ആക്കിക്കണം. അപ്പോൾ ഒന്നുകൂടി സുഖമാണ്. എന്നാലും തിരിക്കാൻ വയ്ക്കും, നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഇനി വേണമെങ്കിൽ ഇതാ പുറത്തേക്ക് ഇങ്ങനെ നോക്കാം. എന്താ സുഖം, നല്ല കാറ്റും കണ്ട് പോവല്ലേ. അപ്പോൾ നമുക്കൊക്കെ റെഡിയാക്കട്ടെ. ആദ്യം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ രാവിലെയാണ്, അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യം അറിയില്ല. ഇത് കുറച്ചാക്കട്ടെ, കുറച്ച് കിട്ട്. പിന്നെ ഒന്ന് താഴത്തേക്ക് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാറിങ് ഒന്ന് കുറച്ചിട്ട് പൊക്കട്ടെ. എന്നിട്ട് കുറച്ച് ഈ സൈഡിലേക്ക് ആക്കുക. ചെറിയ അടിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ് വിചാരിക്കും, പക്ഷേ ഞാൻ ഡ്രൈവറൊന്നുമല്ല, ഞാൻ പൊട്ടരാണ്. എനിക്കൊന്നും വണ്ടി ഓടിച്ചറിയില്ല ഗൈസ്. അപ്പോൾ ഒക്കെ സ്റ്റാർട്ടായിക്കണോ നോക്കട്ടെ. വണ്ടീൻ്റെ സെൻസിറ്റിവിറ്റി കുഴപ്പമില്ലല്ലേ. അപ്പം എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ആദ്യം ഗീറ് ഒന്നിക്ക് ഇടാം. മാനുവലല്ല, ഓട്ടോമാറ്റിക് ആണ്, എന്നാലും നമ്മൾ ഗീർ ഒന്നിക്ക് ഇടണം. എവിടെ ഇപ്പോൾ ഏത് കൂടെ പോവാ, ആയിക്കൂടെ ഉണ്ട്, ഇത് കൂടി പോവില്ലേ, ഇല്ലല്ലേ. അപ്പം ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ന്യൂ ജോണി ഗ്ലാസ്സൊക്കെ ഒന്ന് തുറക്കാം, എന്നാലൊരു കാറ്റും കിട്ടിക്കോട്ടെ. വണ്ടിയുടെ നിൽക്ക്. നിങ്ങൾ വിചാരിക്കും ഗൈസ് ഞാൻ ഒരു പ്രൊഫഷണലാണെന്ന്, പക്ഷെ ഞാൻ പ്രൊഫഷണൽ ഒന്നല്ല. എൻ്റെ അമ്മ എന്ത് പോണത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെയാണ് ഗൈസ് പുറത്തേക്ക് കൊണ്ട വഴി. നമുക്ക് തിരിക്കം കിട്ടി. വണ്ടികളുണ്ടോ ചോദിച്ചാൽ വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പം രാവിലെ അല്ലേ, അപ്പോൾ നോക്കട്ടെ വണ്ടി ഇവിടെ വരുന്നുണ്ടോ, ഇവിടെ നിന്നുണ്ടോ, ഇല്ല. എന്നാ പോട്ടെ. അയ്യോട് തട്ടി. ഇതാണ് ഗൈസ് കുഴപ്പം. നമ്മൾ ഇങ്ങനത്തെ വലിയ വണ്ടികൾ ഓടിച്ചുമ്പോൾ അല്ലേ ബാക്ക് നല്ല നോക്കണം, അല്ലെങ്കിൽ തട്ടും. പക്ഷെ എന്താ അറിയില്ല, നമ്മളെ മാത്രമേ തട്ടുന്നുള്ളൂ. വലിയ ആൾക്കാർ ഓടിച്ചുമ്പോൾ കാണാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. നോക്കട്ടെ എങ്ങനെ ഇപ്പോൾ തിരിക്കുക. നമ്മളിപ്പോൾ അങ്ങനെ വന്ന് അതേപോലെ തന്നെ ബാക്ക് പോട്ടെ. അയ്യോ ഇടിച്ചു. ഇതാണ് ഗൈസ് ആകെ കുടുങ്ങി. എന്തൊക്കെ വണ്ടി ഓടിച്ചുമ്പോഴുള്ള കുഴപ്പതാണ്. അഞ്ഞോടെ മുന്നിക്കോട്ടെ. ഇങ്ങനത്തെ വണ്ടി എന്ന് പറയുമ്പോൾ ഗൈസ് ഓടിച്ച വല്ല പണിയാണ്, കാരണം 2 തട്ടി നമുക്ക് ലോഡുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ കൊണ്ടുപോകാൻ നല്ല റിസ്ക് ആക്കാം. ഇപ്പം കിട്ടി
തോന്നുന്നു. കിട്ടിക്കണു. ഈ 2 ലോഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ഗൈസ് നമ്മൾ നല്ല തിരിക്കണേൽ നല്ല നോക്കണം. ഒരു ലോഡ് ഒക്കെ ഈ വണ്ടി പോകണം. ഇതൊക്കെ വേണമെങ്കിൽ തിരിക്കാൻ സുഖമാക്കാനും. അപ്പോൾ നമ്മളെ വണ്ടി ഇതങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വലിയ ഇത് ഡിസ്റ്റർബ് ചെയ്യണില്ല. നിങ്ങൾ തന്നെ കണ്ട രസിച്ചോളി. ഞാൻ ഇതൊക്കെ മ്യൂട്ടാക്കി വെക്കുകയാണ്. പിന്നെ ഗൈസ് ഇതിൽ നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. വലിയ GB കാര്യങ്ങളില്ല. എത്ര 50 GB ആയിട്ടുള്ളൂ. പക്ഷെ സ്റ്റോറേജ് കുറവാണ്. നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ലൈറ്റ് ആണെങ്കിൽ ഇത്. അയ്യോ ഗൈസ് പോലീസ് ഉച്ചക്ക് തോന്നുന്നു ലൈറ്റ് ഇടുന്നുണ്ട്. നമുക്ക് ലൈറ്റ് ഒന്ന് ഇടാം. ഡാഷ്ബോർഡ്, ബാക്ക് ലൈറ്റ്, മൊത്തം ഇവിടെ റൂഫ്, ഓക്സിലറി ഇതൊക്കെ കൂടട്ടെ. 4 ബീക്കോം ഒക്കെ ഇട്ടു. അപ്പം എന്നാൽ ഗൈസ് ഇത് നല്ല രസമുള്ള ഗെയിമാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കയറ്റി കളിച്ചാൽ നല്ല രസമാണ്. ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്നാൽ ഞാൻ ഇങ്ങനെ ഒന്നും പറയണില്ല. നിങ്ങൾ തന്നെ എനിക്ക് കണ്ട രസിച്ചോളി. നമുക്ക് കുറേ ദൂരം പോകാണ്ട്. 430 കിലോമീറ്റർ ദൂരം പോകാണ്ട്. അപ്പോൾ 12 മണിക്കൂർ യാത്ര എന്നാണ് ഇവിടെ പറയുന്നത് ഗൈസ്. അതിൽ നമ്മൾ വേഗം എത്തും തോന്നുന്നു. അപ്പം എന്നാൽ ഞാൻ മ്യൂട്ട് ചെയ്യാണ്. When you feel it's hopeless, when you think that you've lost, oh, I will take your hand and we'll rise up from the dust. Oh, here we go, 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 let us heal and grow. You won't be alone, we're unstoppable. Don't be afraid to show what we're going for. This is what we know. Here we come back to life, we're still breathing. Standing up, everybody's gonna see it. Oh, all you need to know is that we're holding on. Even if we fall, we will rise up and we follow the path that we believe in. No, we're not gonna stop until we reach it. Oh, all you need to know is that we're holding on. We rise up from the dust and clean my throat. Why we are on this track. Oh, we all have our burdens, yeah, but we just keep on fighting and we never look back. Here we go, 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 let us heal and grow. You won't be alone, we're unstoppable. Don't be afraid to show what we're going for. This is what we know. Here we come back to life, we're still breathing. Standing up, everybody's gonna see it. Oh, all you need to know is that we're holding on. Even if we fall, we will rise up and we follow the path that we believe in. No, we're not gonna stop until we reach it. Oh, all you need to know is that we're holding on. We rise up from the dust and clear my throat. We rise up from the dust and clear my throat.
ഇതാ നമ്മളങ്ങനെ ഇവിടെ എത്താനായിക്കണു. എന്താണ് ഉപ്പുസാല ഇറങ്ങാണ്ടുള്ള സ്ഥലം തോന്നുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ എത്താനായിക്കണു. ഇനി ഒരു 2 കിലോമീറ്റർ ഉള്ളു. 2 കിലോമീറ്റർ മാപ്പിലൊക്കെ മനസ്സിലാവും എത്ര ദൂരം ഉണ്ട് എന്ന്. അപ്പോൾ അതാ റൗണ്ട് ബോട്ടാണ്. വണ്ടി ഉണ്ടോ എന്ന് നോക്കിങ്ങാണ്ട് പോകണം. കാരണം ഇവിടുത്തെ വണ്ടികളൊന്നും നിർത്തിത്തരൂല നമ്മളെ പോലെ. എന്താണ് നിർത്തിത്തരാനുള്ള സംഭവമില്ല. നിർത്തിത്തരും, പക്ഷെ അത്രക്കും ഒരു ബഹുമാനം ഉണ്ടാവില്ല. നമ്മളൊക്കെ ബഹുമാനിക്കണ്ട, കാരണം നമ്മൾ വലിയ വലിയ ട്രക്ക് ഡ്രൈവേഴ്സാണ്. നമ്മൾ എത്തിക്കൊണ്ട് ഇതവിടെ സ്ഥലം കണ്ട സ്ഥലം എന്തൊക്കെ പേരാന്നാവും. അങ്ങനെ കുറേ യാത്രക്ക് ശേഷം ഇതാ വീണ്ടും വരുന്നു. ഉത്സവം കൊണ്ട് ക്ഷമിക്കണം. നിൽക്കട്ടെ, ഞാൻ അത് കേട്ടെ വണ്ടിയുടെ വരുന്നുണ്ടായിരുന്നു. റോഡ് ഇപ്പം ഇങ്ങനെ മറന്നു. ഇനിയിതിപ്പോൾ ചോപ്പ് മാറണമെങ്കിൽ 1 മണിക്കൂർ കുടിച്ചെന്ന് തോന്നുന്നു. മാറി പോട്ടെ. നമുക്ക് റൈറ്റാണ്. ഇപ്പം ബാക്കിൽ തന്നെ വണ്ടി ഇപ്പോൾ റൈറ്റ് ആക്കാനും തോന്നും. നമ്മളിങ്ങനെ നേരെ നമ്മളൊരു ഇതൊക്കെ വരുന്നു. ഇവിടെ എത്തിക്കണു. 1 കിലോമീറ്റർ എത്ര ദൂരമുണ്ട് ഇത്. പക്ഷെ വേഗം കഴിഞ്ഞിട്ടേ ആ ബോട്ട് കയറിയ പിന്നെ 200 കിലോമീറ്റർ ആയിട്ട് വേഗം കഴിഞ്ഞിട്ടിരുന്നു. അത്രയും ഫാസ്റ്റായിട്ട് നമ്മളെ ബോട്ട് വരിക. പച്ച ഭാഗ്യമുണ്ട് നമുക്ക്. ഈ ഒരു വണ്ടി തിരിക്കാൻ അലാക്കിൻ്റെ റിസ്ക്കാണ്. കാരണം എവിടെയെങ്കിലും തട്ടിയാൽ കൊടുക്കും. ഇനിയിപ്പോൾ ഇവിടെ തട്ടുമോന്നറിയില്ല. നിൽക്കാൻ തിരിക്കട്ടെ. അയ്യവാ, തട്ടിയില്ല. അയ്യവാ, ജസ്റ്റ് മിസ്സായി. നമുക്കിവിടെ പാർക്ക് ചെയ്യണം. ഫുള്ളി ആയിക്കോലല്ലേ, നമുക്ക് പകുതിയോളം ചെയ്യാം. എക്സ്പി ഇട്ടണ്ടേ. വേഗം പോട്ടെ. ഹായ് ചേട്ടാ, സുഖല്ലേ? നമ്മളിപ്പോൾ അതവിടെ എത്തി. വേഗം പോവാം. ഇനി ലൈറ്റിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. എന്നാലും ഇപ്പോൾ ഇട്ടില്ല, ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇവിടെയാണ് റിസ്ക്. ഇവിടെ എങ്ങനെ തിരിക്കണം എന്നാവും. ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോവാം. അയ്യപ്പ കറക്റ്റ് ഇതാവുമ്പോൾ ടീമിനൊക്കെ അവിടെ വരും. അവിടെ ഇല്ല കുറച്ചുകൂടി ആയി. അപ്പോൾ ഗൈസ്, നമ്മളെ എല്ലാ ജോലിയും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ട്രക്ക് ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.